കുട്ടികളെ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോമിനെ കുറിച്ചും ജനറൽ എലമെന്റിനെ കുറിച്ചുമാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ഒരു പോയിന്റ്, ഒന്നുകൂടി റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ജനറൽ എലമെന്റ് AIJ means AIJ lies in ith row and jth column, ith row and jth column. അല്ലെങ്കിൽ നമുക്ക് പറയാം ith element in jth column or jth element in ith row. കഴിഞ്ഞ പറഞ്ഞു ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. A32 എന്ന് പറയുമ്പോൾ നമുക്കറിയാം A32 lies in either row, ഇത് column, third row and second column, or third element in second column, or second element in third row. कैसे पढ़ने ओके फॉर एग्जांपल ഒരു കൂടി നമുക്ക് ക്ലിയർ 2 3 0 5 7 8 ഇത് A11 A12 A13 A21 A22 A23 ശരിയല്ലേ? അപ്പോൾ A23 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 8 ആണ്. 8 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയുടെ തേർഡ് എലമെന്റ് ആണ്. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. സെക്കൻഡ് റോയുടെ തേർഡ് എലമെന്റ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. സെക്കൻഡ് റോയുടെ തേർഡ് എലമെന്റ്, അല്ലെങ്കിൽ തേർഡ് കോളത്തിന്റെ സെക്കൻഡ്, തേർഡ് കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, തേർഡ് കോളത്തിന്റെ സെക്കൻഡ് എലമെന്റ്, ഇത് ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 8 lies in second row and third row. സെക്കൻഡ് റോയുടെ എലമെന്റ് ആണ് തേർഡ് കോളത്തിൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു മെട്രിക്സിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ചാണ്. ഒരു മെട്രിക്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, ഒരു മെട്രിക്സ് എങ്ങനെ നമുക്ക് ഫോം ചെയ്യാം. ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ തരണം. ഒന്ന്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന മെട്രിക്സിന്റെ വലിപ്പം തരണം. ഒപ്പം വലിപ്പം ഉണ്ടായിട്ട് മാത്രം പോരാ, ഫിൽ ചെയ്യാനുള്ള എലമെന്റ്സ്, എൻട്രികളും വേണം. നമ്മളിപ്പോൾ വീട് വയ്ക്കാൻ പോകും, വീട് വയ്ക്കുമ്പോൾ ആദ്യം പുസ്തകവും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ വീട് വയ്ക്കാനുള്ള ഒരു പ്ലാൻ വേണം. എത്ര സ്ക്വയർ ഫീറ്റിനുള്ളൊരു വീടാണ് വയ്ക്കുന്നത്, എന്നിട്ടാണ് പിന്നെ ആ സ്ക്വയർ ഫീറ്റിന്റെ ആ വീട് പ്ലാനിനനുസരിച്ച് നമ്മൾ അതിന് വേണ്ട മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവരുന്നത്. എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കേണ്ട മെട്രിക്സിന്റെ വലിപ്പത്തെ കുറിച്ച് അറിയണം. എന്നിട്ട് വലിപ്പം തന്നാൽ പിന്നെ നമുക്ക് അതിന് ഫിൽ ചെയ്യുന്ന നമ്പറുകൾ അറിയാം, അല്ലെങ്കിൽ എലമെന്റ്സ്, ഓബ്ജക്റ്റുകൾ അറിയാം. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ തരും. ഒന്ന് നമ്മുടെ വലിപ്പം തരും, പിന്നെ എല്ലാ എലമെന്റ്സും ഓബ്ജക്റ്റുകളും തരത്തില്ല, പകരം ഒരു ജനറൽ എലമെന്റ് തരും. കുറച്ച് ജനറൽ എലമെന്റ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു. AIJ എന്ന് പറയുമ്പോൾ നമുക്കറിയാം AIJ lies in ith row and jth column. അവിടെ ith jക്കും 1 കൊടുക്കുമ്പോൾ A11 അപ്പോൾ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ്, അല്ലെങ്കിൽ A11 lies in ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം. അപ്പോൾ ഒരു മെട്രിക്സ് ഫോം ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ്. construct a 3/2 matrix. Construct a 3/2 matrix whose general element AIJ എന്നിങ്ങനെയാണ് I/J.
aij is equal to I by j. അപ്പോ നമുക്ക് ഫോം ചെയ്യേണ്ടത് 3/2 ഓർഡറിലുള്ള മാട്രിക്സ് ആണ്. 3/2 ഓർഡറിലുള്ള മാട്രിക്സ് ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. ജനറൽ എലമെന്റ് aij സമം I by j എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ജനറൽ ആയിട്ട് മാട്രിക്സ് എഴുതുന്നു. a സമം മാട്രിക്സ് നമ്മൾ സിംബൽ എടുക്കുന്നത് അല്ലെ സോറി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ കൊണ്ടാണ്. ക്യാപിറ്റൽ എഴുതി മാട്രിക്സിന്റെ സിംബൽ കൊടുത്തു. 3 റോസും 2 കോളം. 2 കോളം വരണം. 3 റോസ് വരണം. ആദ്യം നമുക്ക് a11 ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ്. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് കോളം. ഇനി സെക്കൻഡ് കോളം a12 ആണ്. ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം മതി. തേർഡ് കോളം വരുമ്പോൾ a13. ഫോർത്ത് കോളം ആണെങ്കിൽ a14. ഇനി നമുക്ക് ഫസ്റ്റ് റോ ആയിട്ടുള്ള ഈ സെക്കൻഡ് റോ അല്ല തേർഡ് റോ വരെ പോകണം. അപ്പോൾ a21 a22 a31 a32. ഓക്കേ. അപ്പോൾ 3/2 ഓർഡറിലുള്ള ഒരു ജനറൽ മാട്രിക്സ് ഉണ്ട്. a11 a12 a21 a22 a31 a32. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനാണ്. ആദ്യം aij I by j. അപ്പോൾ a11 aij എങ്ങനെ ഡിവിഷൻ I by j ഫസ്റ്റ് ബൈ സെക്കൻഡ്. അപ്പോൾ 1 by 1 1. അടുത്ത a12 ഫസ്റ്റ് ബൈ സെക്കൻഡ്. അടുത്ത a21 ഫസ്റ്റ് ബൈ സെക്കൻഡ് 2 by 1 that means 2. അടുത്ത a22 ഫസ്റ്റ് ബൈ സെക്കൻഡ് 1 2 to cancel 1. അടുത്ത a31 3 by 1 3. അടുത്ത a32 3 by 2. So required matrix A is equal to matrix a11 1 a12 1 by 2 a21 2 a22 1 a31 3 a32 3 by 2. ഇതിന്റെ വലിപ്പം 3 റോസും 2 കോളംസും 3 by 2. ഓക്കേ ഓക്കേ. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. construct a 3/4 matrix 3/4 matrix whose general element aij is equal to half into modulus of 2i minus j. Half into modulus 2i minus j. But 3/4 ഓർഡറിലുള്ള മാട്രിക്സ് ആണ് ഫോം ചെയ്യുന്നത്. 3/4 എന്ന് പറയുമ്പോൾ 3 റോസും 4 കോളംസും. അവിടെ ജനറൽ എലമെന്റ് ഇതാണ്. അപ്പോൾ 3/4ന്റെ ആ ഓർഡറിലുള്ള ജനറൽ മാട്രിക്സ് ഞാൻ ആദ്യം എഴുതുന്നു. A സമം മാട്രിക്സ് 3 റോസും 4 കോളംസും. 4 കോളം വരണം. അപ്പോൾ a11 ഫസ്റ്റ് റോ ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് കോളമായി a12 a13 ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം then fourth കോളം. അടുത്ത a21 a22 a23 a24 then a31 third row first row കഴിഞ്ഞു second row കഴിഞ്ഞു third row a31 a32 a33 a34. ക്ലിയർ ആയോ? ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് കണ്ടെത്താനാണ് ഇവിടെ ജനറൽ എലമെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ജനറൽ എലമെന്റ് നമുക്കറിയാം aij is equal to half into matrix modulus 2i minus j. നമുക്കറിയാം aij ക്ക് a11 കൊടുക്കുന്നു. half into modulus 2 into 1 minus 1. half into 2 minus 1 1 modulus 1 that means 1 by 2. അടുത്തത് a12
half into A12 IQ1 JQ2 from 2 into 1 minus JQ2 0 half into 0 0 A13 IQ1 JQ3 half into 2 into 1 minus 3 half into 2 minus 3 minus 1 minus 1 the modulus 1 1 by 2 A14 half into modulus IQ1 JQ4 2 into 1 minus 4 half into 2 minus 4 minus 2 minus 2 in the modulus 2 1 അടുത്തത് A21 half into IK 2 JQ1 2 into 2 minus 1 4 minus 1 3 3 the modulus 3 1 by 2 into 3 3 by 2 അടുത്ത A22 half into modulus IQ JQ2 തന്നെയാണ് 2 into 2 minus 2 half into 4 minus 2 2 2 in the modulus 2 1 അടുത്ത A23 IQ2 JQ3 half into modulus 2 into 2 minus 3 half 4 minus 3 1 1 in the modulus 1 അടുത്തത് A24 half into modulus 2 into 2 IQ2 JQ4 4 minus 4 0 there is 0 it is same style A31 A32 A33 A34 നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നിട്ട് ഈ വാല്യൂസ് എല്ലാം ഇവിടെ കണക്കിട്ട് ഇടുമ്പോൾ ഇവിടെ മാട്രിക്സ് ആണ് ചെക്ക് ചെയ്തോളൂ okay next step complete the children okay completely okay next ഒരു നോട്ട് കൂടി കുറിക്കുക നോട്ട് നമ്മൾ പറഞ്ഞത് m/n മാട്രിക്സ് ആണ് ജനറൽ മാട്രിക്സ് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമുക്ക് നോട്ട് കുറിക്കാം നോട്ട് capital A is equal to matrix general element Aij m/n അതിനർത്ഥം m റോസും n കോളംസും ഉള്ള ഒരു മാട്രിക്സ് ആണ് ഇത് m n ഈക്വൽ അല്ലെങ്കിൽ m n അല്ല എങ്കിൽ ഇത് ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ഇത് ജനറൽ മാട്രിക്സ് ആണ് റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു മാട്രിക്സ് ആണ് ഈ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോഴും കൂടി പഠിച്ച കണ്ടന്റുകൾ വെച്ചുകൊണ്ട് ഒരു സിമ്പിൾ ചോദ്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് a simple question capital A is equal to matrix 2 3 0 minus 5 7 by 2 minus 1 8 minus 5 by 2 3 by 2 11 12 17 ഒരു matrix first question order second question number of elements third question what is A23 A31 A33 A14 simple ആയിട്ടുള്ള order നമുക്കറിയാം number of rows by number of columns പഠിച്ചറിയാം number of rows first second third അപ്പോൾ order നമുക്ക് എഴുതാം order number of rows 3 first second third number of columns 4 by matrix ന്റെ order 3/4 ഇനി number of elements നെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത് number of elements ഇപ്പോൾ number of elements നമുക്ക് പറയാം number of elements 12 m/n ആണെങ്കിൽ mn
3/4 ആകും. 1 2 3 4 5 6 7 8 9 10 11 12. ഇനി ഓരോ എലമെന്റുകൾ കണ്ടുപിടിക്കാം. A23 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയുടെ തേർഡ് എലമെന്റ്. സെക്കൻഡ് റോ ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. സെക്കൻഡ് റോയുടെ തേർഡ് എലമെന്റ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഇനി അടുത്ത A31 തേർഡ് റോയുടെ ഫസ്റ്റ് എലമെന്റ്. തേർഡ് റോ ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോയുടെ ഫസ്റ്റ് എലമെന്റ്. അടുത്ത A33 തേർഡ് റോയുടെ തേർഡ് എലമെന്റ്. ഇതാണ് തേർഡ് റോ, തേർഡ് എലമെന്റ്. അടുത്ത A14 ഫസ്റ്റ് റോയുടെ ഫോർത്ത് എലമെന്റ്. ഫസ്റ്റ് റോയുടെ ഫോർത്ത് എലമെന്റ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇപ്പോഴും കൂടി നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചാൽ മെട്രിക്സിന്റെ ഡെഫിനിഷനെ കുറിച്ച് പഠിച്ചു, മെട്രിക്സിന്റെ സിമ്പിൾ പഠിച്ചു, അതിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള കാര്യം പഠിച്ചു, ഓർഡർ പഠിച്ചു, ജനറൽ ഫോം പഠിച്ചു, മെട്രിക്സിന്റെ ഓർഡർ എന്നാൽ എലമെന്റ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പഠിച്ചു, എലമെന്റ്സിന്റെ എണ്ണം തന്നിനാൽ പോസിബിൾ ആയിട്ടുള്ള ഓർഡറുകൾ കണ്ടുപിടിക്കാൻ പഠിച്ചു, മെട്രിക്സിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി ഇതൊക്കെ ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെട്രിക്സിന്റെ ഇക്വാളിറ്റിയെ കുറിച്ചാണ്. മെട്രിക്സിന്റെ ഇക്വാളിറ്റി ഓഫ് ടു മെട്രിക്സസ്. Equality of two matrices. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവുന്നതിനെ കുറിച്ചാണ്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ, A is equal to B. രണ്ട് മെട്രിക്സുകളാണ്. ഇത് ഈക്വൽ ആണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യണം. ഒന്ന്, ഈ രണ്ട് മെട്രിക്സുകളുടെയും വലിപ്പം ഒന്നാവണം, ഓർഡർ സൈസ് ഒന്നാവണം. ഈ രണ്ട് മെട്രിക്സുകളുടെ വലിപ്പം ഒന്നായതുകൊണ്ട്, ഓർഡർ ഒന്നായതുകൊണ്ട്, സൈസ് ഒന്നായതുകൊണ്ട് ഈക്വൽ ആവണമെന്നില്ല. രണ്ടാമതൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ഇതിലുള്ള ഓരോ എലമെന്റും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇതിലെ ഓരോ എലമെന്റുകളുമായി ഈക്വൽ ആവണം, തുല്യമാവണം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ, they are of the same order. They are of the same order. Number 2, if a condition, each element of A is equal to the corresponding element of B. Each element of A is equal to the corresponding element of B. നമുക്ക് പോയിന്റ് ചെയ്യാം. Two matrices capital A and capital B are said to be equal if they are of the same order. Number 2, each element of A is equal to the corresponding element of B. നമുക്ക് നോക്കാം. ഏതൊരു മെട്രിക്സ് A, B, C, D ആണ്. B എന്നുള്ള മെട്രിക്സ് 2 3 4 0 ആണ്. ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ എന്ന് പറയണമെങ്കിൽ, സമമിത വരണമെങ്കിൽ, ഈക്വൽ എന്ന് പറയണമെങ്കിൽ ആദ്യം ഇതിന്റെ ഒരേ ഓർഡറിലാണ്. രണ്ട് റോസും രണ്ട് കോളംസും, ഇത് 2/2, ഇതും 2/2, ഓർഡർ സെയിം. ഓക്കേ, എന്തുകൊണ്ട് ഈക്വൽ ആയില്ല? ഇനി കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ ഏതൊക്കെയാണ് ഈക്വൽ ആവേണ്ടത് എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇവന് കറസ്പോണ്ടിങ് ഇവനാണ് കേട്ടോ. അപ്പൊ A is equal to 2, B is equal to 3, C is equal to 4, D is equal to 0. അപ്പോൾ നമുക്ക് പറയാം which implies ഇതിൽ നിന്നും A is equal to 2, B is equal to 3, C is equal to 4, D is equal to 0. ഇതുകൂടി ഹോൾഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ
ഇത് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് മെട്രിക്സുകളുടെ ഈക്വലിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് മെട്രിക്സ് ഈക്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് രണ്ടും ഒരേ ഓർഡറിലായിരിക്കണം. ഓർഡർ ആയതുകൊണ്ട് മാത്രം അത് ഈക്വൽ ആവില്ല. ആ ഫസ്റ്റ് മെട്രിക്സിലുള്ള ഓരോ എലമെന്റും സെക്കൻഡ് മെട്രിക്സിലുള്ള ആ ഓരോ എലമെന്റും കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് മെട്രിക്സിലുള്ള എലമെന്റുകളുമായി ഈക്വൽ ആവും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ്, സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ്, ഫസ്റ്റ് ഫസ്റ്റ്, സെക്കൻഡ് സെക്കൻഡ്, ഫസ്റ്റ് ഫസ്റ്റ്, സെക്കൻഡ് സെക്കൻഡ് ഈക്വൽ ആവും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനെ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. Simple question. A simple question. If matrix x plus y 0 4 x minus 1 equal to 4 0 4 2. If ഇത് രണ്ടും ഈക്വൽ എന്ന് പറയുക, then find x and y. x ഉം y ഉം കണ്ടുപിടിക്കുക. find x and y. അവയുടെ മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ x ഉം y ഉം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ എടുത്തു, മെട്രിക്സിന്റെ കണ്ടീഷൻ എടുത്തു. ഇക്വാളിറ്റിയുടെ കണ്ടീഷൻ വെച്ച് നമുക്കറിയാം കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. x plus y ഈക്വൽ ആണ് 4. 0 ക്ക് ഈക്വൽ 0 എടുക്കേണ്ട ആവശ്യമില്ല. 4 ഈക്വൽ 4 വേണ്ട. x minus y ഈക്വൽ ആണ് 2. ഇതിൽ നിന്ന് നമുക്ക് പറയാം which implies x plus y is equal to 4. Then x minus y equal to 2. Okay. x plus y is equal to 4. x minus y is equal to 2. Then adding രണ്ട് equations ആണ്. രണ്ട് വേരിയബിൾസ് ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് ലീനിയർ equations ആണ്. ലീനിയർ equations സോൾവ് ചെയ്യാൻ നമുക്കറിയാം ഏതെങ്കിലും ഒരു വേരിയബിൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ആഡിങ് x നോട് x ആഡ് ചെയ്യുമ്പോൾ 2x, ഇത് ക്യാൻസൽ ആയി 6. അപ്പോൾ x = 6/2 3. ഈ വാല്യൂ എടുത്ത് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ കൊടുക്കാം, ഫസ്റ്റ് കൊടുക്കാം. അപ്പോൾ x + y = 4. അത് നമ്മൾ പുട്ട് ചെയ്യുന്നു. അപ്പോൾ 3 + y = 4, which implies y = 4 - 3 1. Hence x = 3, y = 1. Okay, x = 3, y = 1. Another example, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെയല്ലോ? അത് ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, another example. Another example. Okay, matrix x plus y plus z, y plus z, x plus z equal to 9 5 7. ഇക്വാളിറ്റിയുമായി ബേസ് ചെയ്തൊരു പ്രോബ്ലമാണ് ഇത്. കണ്ടീഷൻ ഇഫ് ഇത് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് x, y, z. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് x ഉം y ഉം z നമുക്ക് കണ്ടെത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ കണ്ടീഷൻ എടുക്കുന്നു. അപ്പോൾ if എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്യുന്നു. ഓക്കെ, രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഇവന് കറസ്പോണ്ടിങ് ആർക്കും ഡൗട്ട് വേണ്ട. ഇതൊരു എലമെന്റ്, ഇത് അടുത്ത എലമെന്റ്. അപ്പോൾ ഇത് 3 റോസ് ഉണ്ട്, ഒരു കോളം. ഇതിന്റെ ഓർഡർ 3/1. ഇവിടെ 3 റോസ്, ഒരു കോളം, 3/1. ഓർഡർ സെയിം ആണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വേറ്റ് ചെയ്താൽ മതി. which implies x plus y plus z is equal to 9. Okay, y plus z is equal to 5. Then x plus z is equal to 7.
ഇനി സോൾവ് ചെയ്ത് നോക്കുള്ളൂ. y പ്ലസ് z 5 ആണ്. y യും z കൂടി കൂട്ടുമ്പോൾ 5. നമുക്ക് y യും z കൂടി കൂട്ടുമ്പോൾ 5. ഇതിന് പകരം നമുക്ക് 5 കൊടുക്കാം. ഓക്കേ, which implies x is equal to 9 minus 5. കണ്ടോ 5 റൈറ്റ് പോയി. then 4. ഈ x ന്റെ വാല്യൂ കിട്ടി. ഈ വാല്യൂ എടുത്ത് നോക്കണം തേർഡ് ഇക്വേഷൻ. അതിൽ x ന് പകരം 4 കൊടുക്കാം. 4 plus z equal to 7. z is equal to 7 minus 4, 3. Okay. ഈ z ന്റെ വാല്യൂ എടുത്ത് ഇവിടെ പുട്ട് ചെയ്യാം. y plus 3 equal to 5, which implies y is equal to 5 minus 3, 2. Answer x equal to 4, y is equal to 2, z is equal to 3. Yes, there is a question. ഒരു 6-7 മുമ്പ് എൻട്രൻസിൽ ചോദിച്ചൊരു ചോദ്യം. നമ്മുടെ എക്സാമിനും നമ്മുടെ ബോർഡ് എക്സാമിനും ഇങ്ങനെ ഒരു ചോദ്യം സിമ്പിളായ ഒരു സ്കോറിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇനി നമ്മുടെ എക്സസൈസിൽ ഇതുപോലെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ക്ലാസ്സുകളിൽ നമ്മൾ ബാക്കി പ്രോബ്ലംസുകൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.